ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം 24-25 തീയതികളിലായി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് അരങ്ങേറും. 10 ഫ്രാഞ്ചൈസികളും ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് ലേലത്തിലേക്ക് എത്തുക. 2 ദിവസങ്ങളായി നടക്കുന്ന മെഗാ ലേലത്തിൽ 10 ടീമുകൾക്കായി 577 താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 367 പേർ ഇന്ത്യൻ താരങ്ങളും 210 പേർ വിദേശ താരങ്ങളുമാണ്. 204 താരങ്ങളെയാണ് ആകെ ലേലത്തിൽ ആവശ്യമുള്ളത്. ഇതിൽ 70 വിദേശ താരങ്ങളാണുള്ളത്. 2 സെറ്റുകളിലൂടെയാണ് ലേലം ആരംഭിക്കുന്നത്. ആദ്യം ക്യാപ്ഡ് താരങ്ങളെയും പിന്നീട് അൺക്യാപ്ഡ് താരങ്ങളുടെയും ലേലം നടക്കും. ഇതിനുശേഷം ടീമുകൾ ആവശ്യപ്പെടുന്ന താരങ്ങളെയും ലേലത്തിലേക്ക് പരിഗണിക്കും. ഇത്തവണ മെഗാ ലേലത്തിൽ കൂടുതൽ പ്രതിഫലം ആർക്കാകും, ആരൊക്കെയാകും റെക്കോർഡിടുക എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ആരാധകർക്കിടയിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. IPLലെ എല്ലാ റെക്കോർഡുകളും ഋഷഭ് പന്ത് ഭേദിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഋഷഭ് ഡൽഹി വിടുന്നത്. മെഗാ ലേലത്തിൽ എല്ലാ ടീമുകളും ഋഷഭിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ താരത്തിനായി വാശിയേറിയ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. 30 കോടിക്ക് മുകളിലേക്ക് ഋഷഭിൻ്റെ പ്രതിഫലം ഉയരാൻ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പ്രധാനമായും പഞ്ചാബ് കിങ്സ് ഋഷഭിനായി രംഗത്തെത്താനാണ് സാധ്യത. മുൻ ഡൽഹി കോച്ചായ റിക്കി പോണ്ടിങ് ഇത്തവണ പഞ്ചാബിലേക്ക് എത്തിയിട്ടുണ്ട്. ഋഷഭുമായി അടുത്ത ബന്ധമാണ് പോണ്ടിങ്ങിനുള്ളത്. അതുകൊണ്ട് തന്നെ പോണ്ടിങ് ഋഷഭിനായി വലിയ തുക തന്നെ മുടക്കിയേക്കും. വിദേശ താരങ്ങളുടെ പട്ടികയിൽ ചില വമ്പൻ താരങ്ങൾ ഏവരെയും ഞെട്ടിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കിയ ജോസ് ബട്ട്ലർക്ക് വലിയ പ്രതിഫലം ഉറപ്പാണ്. ഓസീസ് പേസറായ മിച്ചൽ സ്റ്റാർക്കിനും ലേലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടാകും. ഇംഗ്ലണ്ട് വെടിക്കെട്ട് താരം ലിയാം ലിവിങ്സ്റ്റണും ഒരുപക്ഷേ ഞെട്ടിച്ചേക്കാം. മോശം ഫോമിലാണെങ്കിലും T20യിൽ എഴുതിത്തള്ളാൻ കഴിയാത്ത താരമാണ് ഗ്ലെൻ മാക്സ്വെൽ. മാക്സ്വെല്ലിനായും മികച്ച ടീമുകൾ രംഗത്തെത്തിയേക്കാം. യുവ ഓപ്പണറായ ജേക്ക് ഫ്രേസർ മഗ്യൂർക്കിനെയാണ് എല്ലാവരും നോട്ടമിടുന്നത്. ഓൾറൗണ്ടറായ മാർക്കോ യാൻസനും വലിയ ഡിമാൻഡ് തന്നെയാണ് ഉള്ളത്. വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായ ഫിൽ സാൾട്ടിനെയും ഒരുപക്ഷെ കരുതിയിരിക്കണം. ഇന്ത്യയുടെ ചില ബൗളേഴ്സിനും വലിയ പ്രതിഫലം തന്നെ ലഭിച്ചേക്കും. ഖലീൽ അഹമ്മദ്, അർഷദീപ് സിംഗ്, ദീപക് ചാഹാർ, ആവേശ് ഖാൻ, ഹർഷൽ പട്ടേൽ, ഭുവനേശ്വർ കുമാർ എന്നിവരെയും ഈ ലേലത്തിൽ കരുതിയിരിക്കണം. മാർക്കി താരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സെറ്റിൽ ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, ജോസ് ബട്ട്ലർ, അർഷദീപ് സിംഗ്, കഗീസോ റബാദ, മിച്ചൽ സ്റ്റാർക്ക് എന്നിവരും രണ്ടാം സെറ്റിൽ KL രാഹുൽ, യുവസേന്ദ്ര ചഹൽ, ലിയാം ലിവിങ്സ്റ്റൺ, ഡേവിഡ് മില്ലർ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് എന്നീ താരങ്ങളാണുള്ളത്. ഇതിൽ മില്ലറുടെ അടിസ്ഥാന വില 1.5 കോടിയും മറ്റുള്ളവരുടെയെല്ലാം 2 കോടിയുമാണ്. ഏറ്റവും കൂടുതൽ തുക പേഴ്സിൽ ബാക്കിയുള്ള ടീം പഞ്ചാബ് കിങ്സ് ആണ്. 110.5 കോടിയാണ് പഞ്ചാബിൻ്റെ പേഴ്സിലുള്ളത്. രാജസ്ഥാൻ റോയൽസ് ആണ് ഏറ്റവും കുറവായിട്ടുള്ളത്. 41 കോടിയാണ് രാജസ്ഥാൻ്റെ പക്കലുള്ളത്. CSKയുടെ പക്കൽ 55 കോടിയും ഡൽഹിയുടെ കയ്യിൽ 73 കോടിയും കൊൽക്കത്തയുടെ കയ്യിൽ 51 കോടിയും RCBയുടെ കയ്യിൽ 83 കോടി രൂപയും ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കയ്യിൽ 69 കോടി രൂപയും മുംബൈ ഇന്ത്യൻസിൻ്റെ പക്കൽ 45 കോടിയും ഹൈദരാബാദിൻ്റെ കയ്യിൽ 45 കോടിയും ഗുജറാത്തിൻ്റെ കയ്യിൽ 69 കോടിയും എന്നിങ്ങനെയാണ് ശേഷിക്കുന്ന തുകകൾ.